ഗൈസ് അങ്ങനെ നമ്മൾ പഞ്ചാബ് പോകാൻ വേണ്ടി അമൃത്സറിലോട്ട് പോകാനുള്ള നമ്മളിവിടെ വന്ന് ഇവിടെ കിടക്കുകയാണ് ഗൈസ് റെയിൽവേ സ്റ്റേഷനിൽ. ഇന്നലെ രാത്രി ഒരു 10:30-11 മണിയായി നമ്മൾ വന്നപ്പോൾ നല്ല ലേറ്റായി. അങ്ങനെ നമ്മൾ പോയി നേരെ റൂമിൽ ഇന്നലെ രാവിലെ പോകാമെന്നുള്ള രീതിയിൽ വന്നതാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനൊന്നുമില്ല. ട്രെയിന് 12 മണിക്കൂർ ഡിലേ ആണ് അവിടെ നിന്ന് എടുത്ത ട്രെയിൻ. അപ്പോൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, കണ്ടില്ലേ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു 10-15 മിനിറ്റിനകത്ത് വണ്ടി വരും എന്ന് പ്രതീക്ഷിക്കാം. അതിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു 100 കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ നമ്മുടെ ജലന്ധറിൽ നിന്ന് അമൃത്സറിലോട്ട്. അങ്ങനെ ആ ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അമൃത്സറിൽ പോയിട്ട് ഗോൾഡൻ ടെമ്പിളൊക്കെ കണ്ട് നല്ല അടിപൊളി വീഡിയോ ആണ് വരുന്നത്. നിങ്ങളെല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക, കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, കണ്ടില്ലേ ഗൈസ്, എല്ലാവരും പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ട്രെയിൻ എതിരായിട്ട് വന്നില്ല, അതാണ് വിഷയം. ഇതെങ്ങോട്ട് പോകുന്ന ട്രെയിനാണെന്ന് പറഞ്ഞു ഇവിടെ കുറേ നേരമായിട്ട് ഇവിടെ കിടക്കുക. ഗൈസ്, നിങ്ങളിപ്പോൾ നേരെ കാണുന്നത് ഇവിടുത്തെ വാഷ്റൂമാണ്, ബാത്റൂമിൻ്റെ ട്രെയിനിൻ്റെ. അതിൽ രണ്ടിലും ജന്നലില്ല, പക്ഷേ ഒരാൾ അവിടെ മൂത്രം ഒഴിക്കുന്നുണ്ട്. പെണ്ണിൻ്റെ ഒന്നും ജന്നലില്ല. എനിക്ക് തോന്നുന്നത് അവർ ഇതിനകത്ത് ഇരുന്ന് ഇറങ്ങിപ്പോകാനുള്ള സെറ്റപ്പായിരിക്കും തോന്നുന്നത്. എല്ലാം ഇളക്കി കളഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ല അടിപൊളി കാഴ്ചയാണ്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ ട്രെയിൻ വന്നില്ല. ട്രെയിന് എങ്ങനെയാ പോയാലും ഒരു അരമണിക്കൂർ കൂടെ പിടിക്കും വരെ. അതായത് 11 മണിക്ക് മുമ്പെങ്കിലും നമുക്ക് പഞ്ചാബ് എത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് നൈറ്റ് തിരിച്ചു വരാനുള്ളതാണ്. അങ്ങനെ ട്രെയിൻ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ട്രെയിനിനകത്താണ്, ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് 1.5 മണിക്കൂർ എടുക്കാം നമ്മൾ അമൃത്സർ എത്താൻ വേണ്ടി. അത്രേ ഉള്ളൂ, വലിയ തിരക്കൊന്നുമില്ല ട്രെയിനിൽ. നല്ല തിരക്കുണ്ട് ട്രെയിനിൽ, കണ്ടില്ല. ഞാൻ ഇവിടെ ഒറ്റക്കാലിൽ നിന്നാണ് പോകുന്നത്, കണ്ടില്ല മാമ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഒറ്റക്കാലിൽ നിന്നാണ് പോകുന്നത്. നമ്മളെല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാവരും അമൃത്സറിലോട്ട് പോണതാണ്. ഗൈസ്, കണ്ടില്ലേ ഗൈസ്, നമ്മളെ ഹൈടെക് ഇന്ത്യൻ ട്രെയിനിലെ സെറ്റപ്പ്. സിഗരറ്റ് വലിക്കുന്ന ട്രെയിനിൽ നിന്ന് കത്തിക്കുന്നു. അങ്ങനെ നമ്മൾ അമൃത്സർ റീച്ച് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് സ്റ്റേഷൻ്റെ വെളിയിലോട്ട് പോവാം. 11-12 മണി അടുപ്പിച്ചായി. അവിടെ നിന്ന് 9:30 കയറിയതാണ്. 2-3 അടുത്ത് ട്രെയിൻ പിടിച്ചിട്ടിരുന്നത്, അതുകൊണ്ടാണ് ലേറ്റായ. അപ്പോൾ നേരെ വെളിയിലോട്ട് പോവാം. ബാക്കി അവിടെ പോയിട്ടുള്ള കാഴ്ചകൾ അവിടെ പോയിട്ട് കാണാം. ഗൈസ്, അങ്ങനെ സ്റ്റേഷൻ്റെ വെളിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ ഇപ്പോൾ നിൽക്കുന്ന അമൃത്സർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ പോകാനുള്ളത് ഗോൾഡൻ ടെമ്പിളിലോട്ടാണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഗോൾഡൻ ടെമ്പിളിലോട്ട് ഫ്രീ ആയിട്ട് ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ബസ്സിൽ കയറി ഗോൾഡൻ ടെമ്പിളിൽ പോകാം. ബാക്കി വീഡിയോ എല്ലാം അവിടെ പോയിട്ട് കാണാം. നല്ല തിരക്കുണ്ട് അത്യാവശ്യം. നേരെ ഇങ്ങോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഈ ബസ്സിലാണ് പോകുന്നത്, കണ്ടില്ലേ, ഫ്രീ ബസ്സാണ്. ഇവിടെ നിന്ന് ഒരു 2.5 കിലോമീറ്റർ ഉണ്ട് ഗോൾഡൻ ടെമ്പിളിലോട്ട്. അപ്പോൾ നമുക്ക് ഈ ബസ്സിൽ കയറി പോകാം നേരെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ബസ്സിലാണ് വന്നത്, കണ്ടില്ലേ. നമ്മളങ്ങനെ അമൃത്സർ ഗോൾഡൻ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് വാഗാ ബോർഡർ പോകണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ബസ്സാണ്. താണ്ട് ഈ കിടക്കുന്ന ഡബിൾ ഡക്കർ AC ബസ്സാണ്. അപ്പോൾ നിങ്ങൾ വരുന്നവർ നിങ്ങൾക്ക് ഈ ബസ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സാണ്. ഇവിടെ നിന്ന് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് അപ്പ് ആൻഡ് ഡൗൺ കൊണ്ടുപോകും. അപ്പോൾ അതിന് ചാർജ് പറഞ്ഞത് 350 രൂപയാണ് ചാർജ് വരുന്നത് ഈ ബസ്, ഗവൺമെൻറ്റിൻ്റെ ഡബിൾ ഡക്കർ ബസ്. അപ്പോൾ നമ്മൾ ഈ ബസ്സിൽ പോകാനാണ് ഇരുന്നത്. അപ്പോൾ നമ്മൾ 4 പേരുണ്ട്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഓട്ടോയിൽ പോകാനുള്ള പ്ലാനാണ്. 4 പേർക്കും കൂടെ 600 രൂപയ്ക്ക് നമ്മളവിടെ പറഞ്ഞതില്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോയിൽ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഗോൾഡൻ ടെമ്പിളിലോട്ട് പോകാനുള്ള വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വഴി കൂടെയാണ് നമുക്ക് പോകാനുള്ളത്. വെയിലടിച്ച് കഴിഞ്ഞാൽ ഫുള്ള് കറുത്തിരുണ്ട്, നല്ല വെയിലുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയാനുള്ളത്, ഇപ്പോൾ ഈ സമയത്തൊന്നും ഇങ്ങോട്ട് വരരുത്. നല്ല വെയിലാണ്, നല്ല വെയിൽ, നല്ല ചൂടുണ്ട്. അപ്പോൾ ആൾക്കാരിങ്ങനെ നടന്ന് പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ അമൃത്സറിലെ ഒരു മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത്. നമ്മളെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ ഉള്ള 2 സൈഡിലായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഷോപ്പുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഓരോ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന. ഞാൻ ഇപ്പോൾ നേരെ പോകുന്നത് ജാലിയൻവാല ബാഗ് അവിടെയാണ്, ആ സ്ഥലത്താണ്. ഫസ്റ്റ് കൊണ്ട് ലഗേജൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കണം, അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോവാം. എൻ്റെ കൂടെ ഉള്ളവർ നേരെ ഫ്രണ്ടിൽ പോയി, ഞാൻ ഏറ്റവും ബാക്കിലാണ് കിടക്കുന്നത്. അപ്പോൾ നേരെ പോവാം. അപ്പോൾ കണ്ടില്ലേ, 2 സൈഡിലായിട്ട് ഓരോ സാധനങ്ങളെല്ലാം വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പല പല വെറൈറ്റിയിലുള്ള ഓരോ സാധനങ്ങൾ, ബാഗ്, അതേപോലെയുള്ള ചെരുപ്പുകൾ, അതേപോലെ എല്ലാം വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ നേരെ അങ്ങോട്ട് പോവാം. നേരെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ പോയി അവിടുത്തെ ലോക്കറിൽ വെച്ചിട്ടാണ് നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി.
ഗൈസ് അങ്ങനെ നടന്നതാണ്ട് നമ്മുടെ സുവർണ്ണ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. നല്ല തിരക്കാണ് കേട്ടോ ഈ സമയത്ത്. ഇഷ്ടംപോലെ ആൾക്കാർ, ടൂറിസ്റ്റുകൾ പല പല സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതേപോലെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി റൂമിന്, അതേപോലെ വാഗാ ബോർഡർ പോകാനൊക്കെ വേണ്ടി ആൾക്കാർ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി വന്ന് വിളിക്കും. സംഭവം നമ്മൾ വലിയ മറ്റേ ട്രാവൽ ബാഗ് തൂക്കിക്കൊണ്ട് വരണോണ്ടാണ് സംഭവം. ഇങ്ങനെ നടക്കുകയാണ്. എൻ്റെ കൂടെ ഉള്ളവരെ കാണാനില്ല, 3 പേരുണ്ടായിരുന്നു, അവരെ കാണാനില്ല. അവരെൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോയാണ്. എങ്ങനെയെങ്കിലും തപ്പി കണ്ടുപിടിക്കണം. ഐസ് അങ്ങനെ ഇതാണ് എൻട്രൻസ്, അകത്തോട്ട് കയറാനുള്ള എൻട്രൻസ്. നമുക്കിവിടെ ബാഗും സാധനമൊക്കെ വയ്ക്കേണ്ട സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് അകത്തോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളിവിടെ വരുമ്പോൾ ഇതേപോലെയുള്ള ബാഗേജ് വെക്കുന്ന റൂമൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇവിടെ 24 hour ഓപ്പൺ ആണ്. വേണ്ടിയില്ലേ, നമ്മളെ ഗോൾഡൻ ടെമ്പിൾ കയറുന്നതിൻ്റെ അവിടെ നിന്ന് ആ റൂട്ട് സ്ട്രെയിറ്റ് ഇങ്ങോട്ട് വരണം. അവിടെ നിന്ന് വരുമ്പോൾ നിങ്ങളെ ചെരുപ്പ് വയ്ക്കാനും ഇതേപോലെ ബാഗ് വയ്ക്കാനെല്ലാം ഈ സ്പോട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് വരുമ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് വരിക. നമ്മളിപ്പോൾ ഇവിടെ ബാഗ് വെച്ചിട്ട് നേരെ ജാലിയൻവാല ബാഗ് അങ്ങോട്ടാണ് പോകുന്നത്. നമുക്ക് 3:30 നമുക്ക് വാഗാ ബോർഡർ പോകാനുള്ള ഇത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ ഇതെല്ലാം കണ്ടിട്ട് നേരെ അങ്ങനെ നമ്മളിപ്പോൾ നേരെ ഗോൾഡൻ ടെമ്പിളിന് അകത്തോട്ട് പോവുകയാണ്. നമ്മളെ ചെരുപ്പെല്ലാം അവിടെ ഊരി കൊടുത്തിട്ടുണ്ട്. ചെരുപ്പ് വയ്ക്കാനൊക്കെ സെപ്പറേറ്റ് ഉള്ള സ്പോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ നേരെ ഇപ്പം ഗോൾഡൻ ടെമ്പിളിന് അകത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ നമ്മളെ കാലൊക്കെ വാഷ് ചെയ്തിട്ട് വേണം അകത്തോട്ട് കയറാൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് ഈ വഴിയാണ് അകത്തോട്ട് കയറാനുള്ളത്. ഫുള്ള് മാർബിളാണ്, കണ്ടില്ലേ കൈ? തറ മൊത്തം മാർബിളാണ്. വെയിലടിക്കുന്നതുകൊണ്ട് നല്ല വെയിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് കാലെല്ലാം കഴുകി വൃത്തിയായിട്ട് വേണം അകത്തോട്ട് പോകാൻ. അപ്പോൾ നമുക്ക് നേരെ പോകാം. അകത്ത് ചെക്കിംഗ് എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ അകത്തെത്തിയിരിക്കുകയാണ്. ഗോൾഡൻ ടെമ്പിൾ കണ്ടില്ലേ? ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ വന്നവരെ ഒന്ന് തപ്പി കണ്ടുപിടിക്കണം അവരെങ്ങോട്ട് പോയാകുമ്പോൾ. അങ്ങനെ നമ്മളിപ്പോൾ ഗോൾഡൻ ടെമ്പിളിന് അകത്ത് കയറിയിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല വെയിലാണ് കേട്ടോ, കണ്ണൊന്നും കാണാൻ പറ്റില്ല. നല്ല രീതിയിലുള്ള വെയിലുണ്ട്. അപ്പോൾ തൊട്ട് ബാക്കിലായിട്ട് കാണുന്നതാണ് ഗോൾഡൻ ടെമ്പിൾ. അപ്പോൾ നമ്മൾ അടുത്ത ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ നിന്ന് ഫ്രീ ഫുഡൊക്കെ കിട്ടും. അപ്പോൾ അത് കഴിക്കാനുള്ള പരിപാടിയാണ്. സംഭവം നമ്മൾ നൈറ്റ് ഒന്നുകൂടെ വരുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ വന്നതിൻ്റെ പേരിൽ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം. അപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ടൂറിസ്റ്റുകളായിട്ടും അല്ലാതെ ഇവിടുത്തെ സിഖുകാരായിട്ടും മതത്തിൽപ്പെട്ട എല്ലാവരും ഇഷ്ടം പോലെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ അടുത്തോട്ട് പോകാം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള അടുത്ത് പോവാം. അപ്പോൾ നമുക്ക് എന്തായാലും 3:30 വാഗാ ബോർഡർ പോകാനുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടില്ലേ ആ ബിൽഡിങ്ങിലാണ് ഫുഡ് കൊടുക്കുന്നത്. കണ്ടില്ലേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വെളിയിലോട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം തന്നെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അത് ഞാൻ നൈറ്റ് എന്തായാലും നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മളിവിടെ നേരെ ഇനി പോകാൻ പോകുന്നത് ജാലിയൻവാല ബാഗിലോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോ ചാനലിലോട് ചെയ്യുന്നതാണ്. ബൈ.